സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. നിങ്ങൾക്ക് തലീത്താക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാനീ പറയാൻ കാരണം, ഓരോ വചനവും വായിച്ചു കഴിയുമ്പം എന്താണ് പറയേണ്ടതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ നിൽക്കുമ്പോഴേ തമ്പുരാൻ ഒരു ചെറിയ ഉദാഹരണമായിട്ട് വരും. അതാണ് എന്നെ ഒത്തിരിയേറെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇന്ന് ഒരു നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി സുഖപ്പെട്ട കാര്യവും, അല്ലെങ്കിൽ ഒരു വിധവയ്ക്ക് ഒരു വിധവ മാത്രം സൗഖ്യപ്പെട്ട കാര്യവുമൊക്കെ വചനത്തിലൂടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും സൗഖ്യപ്പെടാഞ്ഞത് എന്നൊക്കെയുള്ളൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ മാരത്തോൺ ഓട്ടം കണ്ടിട്ടുണ്ടോ? ഈ റൺവേ, അതിനകത്ത് ഓടാൻ നിൽക്കുന്നവർ ഈ ഒരു സാധനം കൈമാറും, ബാറ്റൺ അല്ലേ, ഇങ്ങനെ ഒരു കൈമാറും. ഇവർ 10 പേരാണ് ഓടുന്നെങ്കിൽ ഓരോരുത്തരും ഓടി വരുമ്പം അവരുടെ കയ്യിൽ ഒരു സാധനം കൈമാറും. ഈ കൈമാറുന്നതും ആയിട്ട് വീണ്ടും ഓടുവാണ്. ഓടിക്കഴിയുമ്പോൾ ആ ട്രൂപ്പ് മൊത്തം ജയിക്കുവാണ്. അപ്പം എല്ലാവരുടെയും കയ്യിൽ ഇത് കൈമാറുന്നുണ്ട്. അപ്പം ഒരു അത്ഭുതം നടന്നാൽ അതുമായിട്ടാണ് മറ്റുള്ളവർ ഓടുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വലിയ ഉണർവുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ സൗഖ്യപ്പെട്ടാൽ മതി. മനസ്സിലാകുന്നില്ലേ? ഒരാൾ സൗഖ്യപ്പെട്ടാൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് പോകുന്ന വഴി ചിലപ്പോൾ നമ്മൾ വീണ്ടും സൗഖ്യപ്പെടുന്നുണ്ടാവും. ഇതാണ് ഈ തമ്പുരാൻ്റെ ഒരു ഇടപെടൽ. അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചില്ല എന്നോർക്കാതെ അവരിന് സംഭവിച്ചതും എനിക്ക് തന്നെയാണ് എന്നോർത്തുകൊണ്ട് ഈ ഓട്ടം പൂർത്തിയാക്കൂ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.